പാലക്കാട് ഒറ്റപ്പാലത്ത് ITI വിദ്യാർത്ഥി KJ സാജന്റെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. മകന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായില്ലെന്നും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. തളർന്ന് കിടപ്പാണ്. രാത്രി കടുത്ത പനിയുണ്ടായിരുന്നു, പുലർച്ചെ വരെ പനിയുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പ്രതി യാതൊരു കുറ്റബോധവും ഇല്ലാണ്ട് ഉത്സവപ്പറമ്പുകളിൽ ഇപ്പോഴും കുട്ടിയും പാടിയും ആഘോഷിച്ച് നടക്കുകയാണ് എന്നുള്ള ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പോലീസ് നിസാര വകുപ്പുകൾ എടുത്ത് കേസ് എടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഇന്ന് 10 ദിവസമായിട്ടും പോലീസ് പ്രതിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അത് ഉന്നതരുടെ ഇടപെടലുണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട് എനിക്ക്. സംഭവത്തിൽ സഹപാഠി കിഷോറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മകനും പരിക്കേറ്റെന്ന് കിഷോറിന്റെ പിതാവ് 24-നോട്. ഞാൻ കിഷോറിന്റെ അച്ഛനാണ്. ഇവന് നെഞ്ചത്ത് പരിക്കുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ ആഴത്തിൽ മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. 2 കൂട്ടർക്കും പരിക്കുണ്ട്. 2 കൂട്ടർക്ക് ഈക്വലാണ് പരിക്ക്. അവന്റെ പരിക്ക് പുറമെ കണ്ടു, ഇത് ഉള്ളിലേക്കാന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ തമ്മിൽ മുൻപ് ITIയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ രാജേഷ് മേനോൻ 24-നോട് പറഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അവരെ രക്ഷകർത്താക്കളെ വിളിക്കേണ്ട ആവശ്യങ്ങളോ ഇവരൊരു കച്ചറകളോ ഒന്നുമില്ല. അവർ പഠിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി പോകുന്നു. ഈ 6 മാസമായിട്ടും ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഇങ്ങനൊരു വിഷയങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അവർ ക്ലാസ്സിൽ പെട്ടെന്നുണ്ടായ ഒരു ഇത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട്. ശ്രീജിത്ത്, ഇത് സാജനും കിഷോറും തമ്മിലുണ്ടായ അടിപിടിയുടെ ഭാഗമായി 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കിഷോറിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷേ സാജന്റെ അച്ഛൻ പറയുന്നത് പോലീസ് ഇതിനകത്ത് കേസ് ഒതുക്കി തീർക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു, സാജന് ഏറ്റത്രയും പരിക്ക് കിഷോറിന് ഇല്ല എന്നാണ്. എന്താണ് യഥാർത്ഥ വസ്തുത? ITI പ്രിൻസിപ്പൽ പറയുന്നത് ഒരു പ്രശ്നവും വിദ്യാർത്ഥികൾ തമ്മിൽ ഇതിന് മുൻപുണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെയാണോ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ITIയുടെ പ്രിൻസിപ്പൽ രാജേഷ് മേനോൻ പറയുന്നത് വളരെ വ്യക്തമാണ്. കുട്ടികൾ +1 +2 ഒരുമിച്ച് പഠിച്ച് വന്ന, ഒരേ ക്ലാസ്സിലേക്ക് വന്ന ആളുകളാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെയുമായി ബന്ധപ്പെട്ട് ITIയിലേക്ക് വന്ന ആളുകളാണ്. ഈ കുട്ടികൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു 6 മാസമായി ക്ലാസ് എല്ലാം തുടങ്ങിയിട്ട് കാര്യമായ രീതിയിൽ ഒരു കുഴപ്പങ്ങളും ഈ കുട്ടികൾ തമ്മിൽ, സാജനും കിഷോറും തമ്മിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴെന്തോ പെട്ടെന്നുള്ള പ്രകോപനമായിരിക്കാം ഇത്തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി വ്യക്തമായി തന്നെ ഈ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ CCTVയിൽ അടിക്കുന്നത് വ്യക്തമല്ല എന്നാണ് ഈ പ്രിൻസിപ്പൽ രാജേഷ് മേനോൻ പറയുന്നത്. അത് പിന്നെ പോലീസിന്റെ പരിശോധനയിലാണ് മറ്റു കാര്യങ്ങളെല്ലാം വ്യക്തമാകേണ്ടത് എന്നും പറയുന്നു. എന്തായാലും സാജന്റെ പിതാവ് ഇപ്പോഴും പറയുന്നത് പോലീസ് ഈ കേസ് ഒത്തുതീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തന്റെ മകന്റെ മൂക്കിന് കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടും അറസ്റ്റ് ചെയ്യാൻ വൈകിയെന്ന ഗുരുതരമായ ആക്ഷേപമാണ് അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഉന്നയിക്കുന്നത്. അവരുടെ മാതാവും സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഇന്ന് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കിഷോറിന്റെ പിതാവ് മറ്റൊന്നാണ് പറയുന്നത്. തന്റെ മകനും കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷമാണ്. 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. തൻ്റെ മകനും നെഞ്ചിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ആശുപത്രി രേഖകളടക്കം തൻ്റെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒറ്റപ്പാലം പോലീസ് കഴിഞ്ഞ ദിവസം ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ ഇതെല്ലാം വാർത്തയായി വലിയ വിവാദമായതോടുകൂടി ഇന്നലെ തന്നെ ഈ കിഷോറിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിട്ടുണ്ട്. തുടർ നടപടികൾ മറ്റു കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചെയ്യുമെന്നാണ് ഒറ്റപ്പാലം CI പറയുന്നത്. എന്തായാലും കേസിൽ ഈ 2 വിദ്യാർത്ഥികളെയും 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ എല്ലാം പിൻവലിച്ച് ഈ രാജേഷ് മേനോൻ പറയുന്നത്, അല്പസമയം മുൻപ് പ്രിൻസിപ്പാളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ രാജേഷ് മേനോൻ പറയുന്നത് വളരെ വ്യക്തമാണ്. 2 വിഭാഗം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തും. അതിനുശേഷം ഇവിടെ തന്നെ തുടർന്ന് പഠിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. 2 കുട്ടികളും തങ്ങൾക്ക് ആവശ്യമാണ്, നന്നായി പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയുന്നത്. സമൂഹത്തിൽ അവരെ ആവശ്യമുണ്ട് എന്നും പ്രിൻസിപ്പൽ പറഞ്ഞു വെക്കുന്നുണ്ട്.